ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാവാൻ സാധ്യത ഏറെയാണെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റ് ഫാറൂഖ് അബ്ദുള്ള. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ചില പാർട്ടികൾ പുറത്തുപോകാനും പ്രത്യേക ബ്ലോക്കായി മാറി പ്രവർത്തിക്കുമെന്നുമാണ് ഫാറൂഖ് അബ്ദുള്ള പറയുന്നത്. സീറ്റ് വിഭജനം കൃത്യമായ സമയത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിലുള്ള കടുംപിടുത്തങ്ങൾ തന്നെയാണ് ഫാറൂഖ് അബ്ദുള്ളയുടെ ഈ മുന്നറിയിപ്പിന് പ്രധാന കാരണമെന്ന് നിസ്സംശയം പറയാം. സീറ്റിനു വേണ്ടി മുറവിളി കൂട്ടുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടത്തെ മറന്നുകൊണ്ടാണ് പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിൽ സീറ്റിനായി പോരാടുന്നത്. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചെങ്കിലും എവിടെയും എത്താതെ വഴിമുട്ടി നിൽക്കുന്നതിനിടെയാണ് ഫാറൂഖ് അബ്ദുള്ള ഇപ്പോൾ പരാമർശവുമായി രംഗത്ത് വന്നത്. കോൺഗ്രസുമായി സഖ്യം വേണോ എന്ന കാര്യത്തിൽ രണ്ട് തട്ടിലാണ് തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി നേതൃത്വങ്ങൾ. സീറ്റ് വിഭജന ചർച്ചകൾ കൃത്യമായ സമയത്ത് തീർക്കണം. ഇക്കാര്യത്തിൽ പരസ്പരം ഒന്നിച്ചു നിൽക്കാൻ സാധിക്കണം. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇന്ത്യ സഖ്യത്തിന് ഭീഷണി നേരിടേണ്ടി വരും. നേതാക്കൾ പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കാൻ നേതാക്കൾ തയ്യാറാവണം. രാജ്യത്തെക്കുറിച്ചാവണം അവർ ചിന്തിക്കേണ്ടതെന്നും ഫാറൂഖ് അബ്ദുള്ള പറയുന്നുണ്ട്. യൂട്യൂബ് ചാനൽ വഴി കപിൽ സിബലുമായുള്ള ചർച്ചകൾക്കിടെയാണ് ഇത്തരമൊരു പരാമർശം ഫാറൂഖ് അബ്ദുള്ള നടത്തിയിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിഭജന കാര്യത്തിലുള്ള വ്യക്തത കുറവിനെ കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. നമുക്ക് രാജ്യത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഒന്നാവുകയാണ് വേണ്ടത്. എന്നിട്ട് രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അതേസമയം സമയബന്ധിതമായി സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തെ കാത്തിരിക്കുന്നത് വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ചിലർ ചേർന്ന് മറ്റൊരു സഖ്യം ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് ഏറ്റവും വലിയ അപകടം. സമയം ഇപ്പോഴും മുന്നിലുണ്ട്. ഓരോ പാർട്ടിയും അവർക്ക് ആധിപത്യമുള്ള ഇടങ്ങളിൽ മാത്രമേ സീറ്റ് ചോദിക്കാവൂ. വിജയിക്കാവുന്ന സീറ്റുകൾ ചോദിക്കാം. എന്നാൽ ഒരിക്കലും വിജയിക്കാത്തതോ ആധിപത്യമില്ലാത്തതോ ആയ സീറ്റുകൾ ചോദിക്കുന്നത് തെറ്റാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പ്രതിപക്ഷം അവരുടെ പ്രശ്നങ്ങളെ മാറ്റിവെച്ച് കൈകോർത്തില്ലെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ അബദ്ധമെന്നും ഫാറൂഖ് അബ്ദുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം മമതാ ബാനർജി കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് സീറ്റ് നൽകാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇത്തവണ വിജയിക്കുന്ന സീറ്റിൽ ഇടതിന് മത്സരിക്കാമെന്ന് മമത പറഞ്ഞിട്ടുണ്ട്. മമതയ്ക്കെതിരെ പ്രസ്താവനകൾ നടത്തുന്നവർ പ്രശ്നങ്ങൾ വലുതാക്കുകയാണ്. വിജയിക്കാത്ത സീറ്റുകളിൽ എന്തിനാണ് അവകാശവാദം ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസിനെ ഉന്നമിട്ട ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. കഴിഞ്ഞ തവണ കോൺഗ്രസ് വിജയിച്ച 2 സീറ്റുകൾ മാത്രമേ നൽകാൻ കഴിയൂ എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. സംസ്ഥാനത്ത് 10 ലോക്സഭാ സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ തൃണമൂൽ 22 സീറ്റുകളിലും BJP 18 സീറ്റുകളിലും കോൺഗ്രസ് 2 സീറ്റുകളിലുമാണ് വിജയിച്ചത്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതോടെയാണ് തൃണമൂലും കോൺഗ്രസും സീറ്റ് ചർച്ചകൾ നടക്കാനുണ്ടായ സാഹചര്യം. 2 സീറ്റുകൾ മാത്രം വാഗ്ദാനം ചെയ്ത തൃണമൂലിനെതിരെ കടുത്ത വിമർശനമാണ് ബംഗാൾ സംസ്ഥാന അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൌധരി ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സേവിക്കുന്ന തിരക്കിലാണ് മമത. മമതയ്ക്ക് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ താല്പര്യമില്ലെന്നായിരുന്നു ചൌധരി തുറന്നടിച്ചത്. ഏതായാലും BJPക്ക് ചിരിക്കാനുള്ള വക ഇന്ത്യ സഖ്യം ഉണ്ടാക്കി വെക്കുന്നുണ്ടെന്ന് സാരം.